ഞാൻ സ്വാമി വിവേകാനന്ദജിയുടെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനാകുന്നത് അതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കിയതും എൻ്റെ ശശീധരൻ മാസ്റ്റർ എന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി സ്വാമിജിയുടെ ഷിക്കാഗോ പ്രസംഗത്തെക്കുറിച്ചും അമേരിക്കയിൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചും അത് ജനങ്ങളിൽ ഉളവാക്കിയ മാറ്റങ്ങളെക്കുറിച്ചും ആദ്യമായി നിങ്ങളോട് പറഞ്ഞത്. അതിനു മുമ്പ് സ്വാമി വിവേകാനന്ദജിയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഈ പ്രസംഗത്തിൻ്റെ ഗൗരവം ആർക്കും അന്നറിയില്ലായിരുന്നു. കാരണം ഞാനിത് പറയുന്നത് 1967-68 കാലഘട്ടങ്ങളിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നീട് സാർവത്രികമായ ആളുകൾ പിന്നെ അറിയാൻ തുടങ്ങിയത് ഏതാണ്ട് 1994 മുതലാണ്. അപ്പം അന്ന് തന്നെ അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗത്തെക്കുറിച്ച് ഞങ്ങളുടെ അധ്യാപകൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, സ്വാമിജി ഒരു ഔദ്യോഗിക പ്രാസംഗികനായിരുന്നില്ല, പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരവസരം കിട്ടുകയുണ്ടായി. അവസരം കിട്ടി അദ്ദേഹം സംസാരിച്ചപ്പോൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അദ്ദേഹം അന്ന് അവിടെ കൂടിയ ജനങ്ങളെ ഉത്ബോധനം ചെയ്തപ്പോൾ അവിടെ നിന്ന് ആളുകൾ മുഴുവനും കോരിത്തരിക്കുകയുണ്ടായി എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരുന്നു. കാരണം ബാക്കി ഓരോ മതത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ വന്നവർ ആ മതത്തിനെക്കുറിച്ചും ആ മതത്തിൻ്റെ പ്രധാന കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ആളുകൾ മുഴുവനും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറയാനും അതോടൊപ്പം തന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയല്ല, പക്ഷേ മറ്റൊരു എല്ലാ മതങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായിരുന്നു സ്വാമിജി അവിടെ ആ വേൾഡ് റിലീജിയസ് പാർലമെൻ്ററിയിൽ വെച്ചിരുന്നത്. ഇത് ജനങ്ങളെ ഹഠാത് ആകർഷിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ത്യയെയും അതേപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിനെയും കൂടുതൽ യോജിപ്പിക്കാൻ കഴിയുകയുണ്ടായി. ഇതായിരുന്നു സ്വാമിജിയുടെ ഏറ്റവും വലിയ നേട്ടം. അദ്ദേഹം തുടങ്ങിയത് തന്നെ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് ബ്രഹ്മസമാജത്തിൽപ്പെട്ട ഒരാളായിട്ടായിരുന്നു ആദ്യം സ്വാമിജി തുടങ്ങിയിരുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് പല മാറ്റങ്ങളും ഉണ്ടായി. അതിന് ശേഷമാണ് അവസാനം ശ്രീരാമകൃഷ്ണജിയുടെ അടുത്തെത്തുകയും തൻ്റെ എല്ലാ സംശയങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയും ചെയ്യുന്നത്. ശ്രീരാമകൃഷ്ണജിയോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ ഏത് രൂപത്തിൽ കാണുന്നുണ്ടോ അതേ രൂപത്തിൽ ഞാൻ ദൈവത്തെയും കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേവരെ അദ്ദേഹത്തിന് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം വെസ്റ്റേൺ ഫിലോസഫി ധാരാളം പഠിച്ച ആളായിരുന്നു. ഡേവിഡ് ഹ്യൂമിൻ്റെ ഫിലോസഫി പഠിച്ചിരുന്നു, ഹേഗലിൻ്റെ ഫിലോസഫി പഠിച്ചിരുന്നു, ഇമാനുവൽ കാന്റിൻ്റെ ഫിലോസഫി പഠിച്ചിരുന്നു. ഒരു ട്രാൻസെൻഡൻ്റലിസ്റ്റ് ആയിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആദ്യം പുറത്തു വന്നത്. പക്ഷേ പിന്നീടുള്ള ഈ തരത്തിലുള്ള സംശയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സന്ദേഹവാദത്തിനും എല്ലാത്തിനും മറുപടിയായി അന്ന് രാമകൃഷ്ണൻജി പറഞ്ഞ പാന്താവിലൂടെയാണ് പിന്നീട് അദ്ദേഹം നടന്നത്. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ ചലനം സൃഷ്ടിക്കുകയുണ്ടായി. അന്ന് അമേരിക്കൻ പത്രങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് എ സ്പീക്കർ ബൈ ഡിവൈൻ റൈറ്റ്സ്, ആധ്യാത്മിക പരിവേഷമുള്ള ഒരു സ്പീക്കർ എന്നായിരുന്നു അമേരിക്കയിലെ പത്രങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, ദ മോസ്റ്റ് എമിനൻറ്റ് സ്പീക്കർ ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് റിലിജൻ എന്നും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് അമേരിക്കയിൽ തന്നെ ധാരാളം ശിഷ്യന്മാർ വന്നു. അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ കിട്ടുകയുണ്ടായി, പ്രസംഗിക്കാനുള്ള ഇൻവിറ്റേഷൻ ക്ഷണ കത്തുകൾ കിട്ടുകയുണ്ടായി. പലയിടത്തും അദ്ദേഹം പ്രസംഗിച്ചു, ജനങ്ങളെ ആകർഷിച്ചു, ഇന്ത്യക്ക് ഒരു പുതിയ രൂപം നൽകി. അതോടൊപ്പം തന്നെ നമ്മുടെ ആർഷ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും അദ്ദേഹം ധാരാളം ചലനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സനാതന സദാചാര ധർമ്മങ്ങളെക്കുറിച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ എന്നത് ഒരു സ്പിരിച്വൽ ദേശമാണ്. ഈ സ്പിരിച്വൽ ദേശത്തിൽ എല്ലാ ആളുകളെയും ഒന്നിപ്പിക്കുക, എല്ലാ മതങ്ങളെയും ഒന്നിപ്പിക്കുക
എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളെ ഉദ്ധരിക്കുക എന്നതും ഉപനിഷത്തിൻ്റെ ഫിലോസഫിയാണ്. അതാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ വരികയുണ്ടായി. വന്നതിന് ശേഷം ശ്രീരാമകൃഷ്ണ മഠം അദ്ദേഹം സന്ദർശിക്കുകയും അവിടെ വെച്ച് തന്നെ ഒരു മിഷൻ രൂപീകരിക്കുകയും ഉണ്ടായി. ഇനി ചോദ്യം, എന്താണ് സ്വാമിജിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ്. പ്രധാനമായി നാം ആലോചിക്കുമ്പോൾ ഒന്ന്, അതേവരെ യൂറോപ്യൻ കൺട്രികൾ, വെസ്റ്റേൺ വേൾഡ് നമ്മെ മനസ്സിലാക്കിയിരുന്നത് നാം സ്നേക്ക് ചാമേഴ്സിൻ്റെ, അതായത് പാമ്പിനെ വളർത്തി വരുന്ന ഒരു പറ്റം പ്രാകൃതരായ ജനങ്ങളാണ് എന്നായിരുന്നു. അതല്ലെങ്കിൽ അതിനെ കളിപ്പിക്കുന്ന, അതല്ലെങ്കിൽ കുരങ്ങിനെ കളിപ്പിക്കുന്ന, അതല്ലെങ്കിൽ അതേപോലുള്ള മൃഗങ്ങളെ കളിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ഒരു ജനതയായിരുന്നു എന്നാണ് വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിന് തികച്ചും വിരുദ്ധമായി നമുക്ക് മഹത്തായൊരു ഭാരതത്തിന് മഹത്തായൊരു പൈതൃകവും മഹോന്നതമായൊരു പാരമ്പര്യമുള്ള ദേശമായിരുന്നു എന്നുള്ളത് സിദ്ധാന്തിച്ച് ജനങ്ങളെ മനസ്സിലാക്കിയെടുത്തത് സ്വാമിജിയായിരുന്നു. ഓം സഹനാവവതു സഹനോ പുനക്തു സഹവീര്യം കരവാവഹി എന്നുള്ളത് പോലുള്ള ധാരാളം വസുദൈവ കുടുംബത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ മുഴുവനും ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതും ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരു പുതിയ ആഴവും പരപ്പും നൽകിയത് സ്വാമിജിയായിരുന്നു. അതാണ് സ്വാമിജിയുടെ ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൽ ഭാഷമിനെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പലപ്പോഴും ഉദ്ധരിക്കാറും അദ്ദേഹത്തെ ഈ പഴയ കാലഘട്ടത്തിൻ്റെയും പുതിയ കാലഘട്ടത്തെയും യോജിപ്പിക്കുന്ന പ്രവാചകനായിട്ടാണ് എൽ ഭാഷം പോലുള്ള പല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത്. ഈ കാര്യങ്ങളിൽ ഇത്ര മഹത്തായ സംഭാവനകൾ നൽകി ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനം നൽകുന്ന വസ്തുതയാണ്.